everyone. Yes. അപ്പൊ മക്കളെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് അടുത്തിരിക്കുകയാണല്ലേ. അപ്പൊ ഈ +1 സ്ഥിരമായിട്ടുള്ളൊരു ഡൗട്ടാണ് എത്ര ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടതെന്ന്. ഫിസിക്സും കെമിസ്ട്രി മാത്സും ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിലും ബയോളജിയുടെ കാര്യത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ഇത് എത്ര ഉണ്ട്, ഇത് മുഴുവൻ ഉണ്ടോ, ഇത് പകുതി വരെയാണോ ഓരോ ചാപ്റ്റർ, ഇങ്ങനെ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എന്തായാലും ആ കൺഫ്യൂഷൻ മാറ്റി തരാനാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു വീഡിയോയിൽ. ഈ കൺഫ്യൂഷന് കുട്ടികളെ കുറ്റം പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്നറിയോ, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഒരു ഷഫിൾ ചെയ്ത രീതിയിലാണ് ഇവർ പല ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. കൃത്യമായ മറുപടി കുട്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ബോട്ടണിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഫസ്റ്റ് ചാപ്റ്റർ, അതായത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം, അതേപോലെ അനാട്ടമി, മോർഫോളജി, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, സെൽ സൈക്കിൾ ആൻഡ് ഫോട്ടോസിന്തസിസ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതില് ഈ പറയുന്ന പോലെ തന്നെ ശരിക്കും ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഇതിൽ ഓണപരീക്ഷയുടെ ചാപ്റ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്, ബയോളജി ക്ലാസിഫിക്കേഷൻ അടക്കം. അപ്പൊ ഇതില് ശരിക്കും എനിക്ക് തോന്നുന്നു പ്ലാന്റ് കിങ്ഡവും അതേപോലെ തന്നെ മോർഫോളജിയും സെല്ലും, ഈ ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സംഭവം ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെയാ പഠിച്ചു തീർക്കാനുള്ള ഒരു സംശയം ഉണ്ടാവും. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പക്കാ പെർഫെക്റ്റ് ആയി ക്ലിയർ ആയിട്ട് പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നിങ്ങൾക്ക് നല്ല മാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ ആകെ ഒരു കൺഫ്യൂഷൻ വരിക ഫോട്ടോസിന്തസിന്റെ കാര്യത്തിലാണ്. അതെ, അതിൽ കുറച്ച് കൺഫ്യൂഷൻ വരും. പക്ഷെ ഇപ്പൊ ഫോട്ടോസിന്തസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഫോട്ടോസിന്തസിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ സ്കൂളിൽ എത്ര വരെ എടുത്തു, ഏത് വരെ കംപ്ലീറ്റ് ആയി എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരിക്കുക. യൂഷ്വലി കഴിഞ്ഞ വർഷം വരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല, കഴിഞ്ഞ വർഷം മാത്രമാണ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് പഠിക്കണ്ട എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ക്വസ്റ്റ്യൻ സ്കൂളിനെ ബേസ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി സുവോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലിവിംഗ് വേൾഡ് മുതൽ പഠിക്കണം. അപ്പൊ ലിവിംഗ് വേൾഡിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആനിമൽ കിങ്ഡം ആണ് ഇത്തവണയും ട്രോഫി വാങ്ങാൻ പോകുന്നത്. അതായത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരാൻ പോകുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ്. അതിപ്പോ ഓണപരീക്ഷയ്ക്ക് അങ്ങനെയായിരുന്നു, ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിനും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ ഫൈനൽ എക്സാമിന് അടക്കം ഒരുപാട് വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ആനിമൽ കിങ്ഡം. അത് പഠിക്കാതെ ഒരു രക്ഷയില്ല എന്നുള്ളത്. അതെ, പിന്നെ സ്ട്രക്ചറിൽ നിന്ന്, അതായത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ അനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചെറിയൊരു വെയിറ്റേജിനായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് ബയോമോളിക്യൂൾസ്, അതേപോലെ തന്നെ നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ, ഇത്രയും ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്കീം ഓഫ് വർക്ക് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ക്രീഷനും ലോക്കോമോഷനും ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിന്ന് എക്സ്ക്രീഷനിൽ നിന്നും ലോക്കോമോഷനിൽ നിന്നും അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല, ഒട്ടും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ കോവിഡിന്റെ മുന്നേ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്കോമോഷൻ അടക്കം എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തവണ മിസ് നേരത്തെ ഫോട്ടോസിന്തസിന്റെ അവസ്ഥ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സ് എവിടെ വരെ എടുക്കുന്നു, കാരണം സ്കീം ഓഫ് വർക്കിൽ എന്തായാലും ലോക്കോമോഷൻ വരെ ഉണ്ടല്ലോ. ടീച്ചേഴ്സ് എവിടെ വരെയാണ് നിങ്ങൾക്ക് എക്സാമിന് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ എവിടെ വരെയാണ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തത് അതിനനുസരിച്ച് അവർ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യും. അപ്പൊ എക്സ്ക്രീഷനും ലോക്കോമോഷനും ഒട്ടും പഠിക്കേണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളെ ഭാഗ്യം അനുസരിച്ചിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ എങ്ങനെയാണെങ്കിലും ലോക്കോമോഷൻ കംപ്ലീറ്റ് ഉണ്ടാവില്ല. ഒരു മസിൽ സിസ്റ്റം ഉണ്ട്, മസ്കുലർ സിസ്റ്റം, അതുവരെ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ സ്കെലിറ്റൽ സിസ്റ്റം എന്തായാലും ഉണ്ടാവില്ല, അത് ഒഴിവാക്കിയേക്കും. അതിന് മുന്നേ വരെയാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഇതിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ്, വെയിറ്റേജ് നല്ല ഞാൻ എങ്ങനെ പറയുന്നത് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ചാപ്റ്റേഴ്സ്, അത് ആനിമൽ കിങ്ഡം കൊണ്ടുപോയി. പിന്നെ പഠിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ബയോമോളിക്യൂൾസ്, പിന്നെ ബ്രീത്തിങ്, ബോഡി ഫ്ലൂയിഡ്സ്. ഈ 4 ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക്, പാസ്സല്ല നല്ല മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇപ്പൊ കൺഫ്യൂഷൻസ് ഒക്കെ മാറിയിട്ടുണ്ടാവും. ബോട്ടണിയും സുവോളജിയിലും എങ്ങനെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ പഠിച്ചാൽ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ബോട്ടണിയിലാണെങ്കിലും സുവോളജിയിലാണെങ്കിലും ഏതൊക്കെയാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരെന്ത് ചെയ്യണം, ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കണം അല്ലേ. കാരണം ഇവരെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. കൺഫ്യൂഷൻ മാറ്റി കൊടുക്കുക, അവരോടൊക്കെ പറയാ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ പറഞ്ഞതിൽ ഏകദേശം ഒരു 7 ചാപ്റ്റേഴ്സ് ആയിരിക്കും ബോട്ടണിയും സുവോളജിയും കൂടി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ചാപ്റ്റർ, അല്ലെങ്കിൽ മാർക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അവരെയും കൂടി അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ആ ഒരു നോട്ടിഫൈ മീ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നോട്ടിഫൈ മീ എന്തിനാ ചെയ്യുന്നത്? ക്രിസ്മസിന്റെ എക്സാമിന് നല്ല മാർക്ക് വേണ്ടേ? തീർച്ചയായിട്ടും വേണമല്ലോ, നല്ല മാർക്ക് വേണം. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് എത്തണം, പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
ആൻഡ് ഓൾസോ ഈ ക്രിസ്മസ് പരീക്ഷ ആലോചിച്ച് ടെൻഷൻ വേണ്ട. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നമ്മൾ ലൈവ് സെഷനിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് PYQ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ശരിക്കും ചാപ്റ്ററിന് ഒരു ഹോൾ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. യെസ്, അപ്പൊ മിസ് ചെയ്യരുത്. എല്ലാ ലൈവും കൃത്യമായിട്ട് പങ്കെടുക്കുക. നമുക്ക് നല്ല അടിപൊളിയായിട്ട് തകർത്ത് ഈ ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് തന്നെ നമുക്ക് വാങ്ങാം. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ കൂടെ നിങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം അല്ലേ? അതുവരെ ബൈ.